പൊതുവെ ഇപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, എസ്പെഷ്യലി യൂത്തിൻ്റെ ഇടയിൽ SPF 50 ഉള്ള സൺസ്ക്രീനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്താണ് SPF കൊണ്ട് ഉദ്ദേശിക്കുന്നത്? SPF എന്ന് പറയുന്നത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറാണ്. അത് നമ്മുടെ സ്കിന്നിലേക്ക് വരുന്ന UV റേഡിയേഷൻസിൽ എത്ര പെർസെൻറ്റേജിന് ഇതിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, സൺസ്ക്രീനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഐഡിയലി SPF 50 ഒന്നും വേണ്ട. നമ്മുടെ സ്കിൻ ടൈപ്പിൽ നമുക്ക് മെലാനിൻ തന്നെ ഉണ്ട് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. അതുകൊണ്ട് നമുക്ക് SPF 30 മോർ ദാൻ ഇനഫ്. അപ്പം പക്ഷേ പലതിനും എസ്തെറ്റിക് അപ്പീൽ ഉണ്ടാവണമെന്നില്ല SPF 30 ഉള്ളത്. നമുക്ക് പുരട്ടി കഴിഞ്ഞാലും അത്രയൊരു സുഖം തോന്നണമെന്നില്ല. അപ്പോഴാണ് ഈ 50ലേക്കൊക്കെ കിടക്കുന്നത്. അല്ലാണ്ട് 50 പുരട്ടിന്ന് വെച്ചിട്ട് നമുക്ക് പ്രത്യേക അഡ്വാൻറ്റേജ് കിട്ടാനില്ല. ശരി, അതിന് കറക്റ്റ് രീതി ഞാൻ പറഞ്ഞു. 97% ഓഫ് ദ റേസിനാണ് SPF 30 ബ്ലോക്ക് ചെയ്യുന്നത്. SPF 50 ആകുമ്പോൾ 98% ആവുന്നുള്ളൂ. ഒരു 1% ഇൻക്രീസ് വരുന്നുള്ളൂ. അപ്പോൾ അത് ക്ലിനിക്കലി നമുക്കൊരു സിഗ്നിഫിക്കൻ്റ് ഒരു വ്യത്യാസമായിട്ട് വരില്ല. പക്ഷേ വില ഇരട്ടിയാവും. അപ്പം നമ്മൾ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. അപ്പം SPF 30 മോർ ദാൻ ഇനഫ്. പിന്നെ നമ്മുടെ ഒരു സ്കിൻ ടൈപ്പിൽ സ്കിൻ ക്യാൻസർ വരാനുള്ള ഒരു റിസ്ക് പൊതുവെ കുറവാണ്. ഇല്ലാന്നല്ല, കുറവാണ് വെസ്റ്റേണേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അവിടുത്തെ ആ രാജ്യങ്ങളിൽ വർഷങ്ങൾക്ക് മുന്നേ, എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഒരു റെഗുലറായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ബീച്ച് വെക്കേഷന് പോകുമ്പോൾ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടാണ് പോകാം. നമ്മൾ ക്രിക്കറ്റേഴ്സിനെ കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് ഇതിൻ്റെ അവയർനെസ് വന്നത്. പ്രത്യേകിച്ചും പിഗ്മെൻ്ററി കണ്ടീഷൻസിനെ പറ്റിയിട്ട് കൂടുതൽ ആൾക്കാർ ചികിത്സ എടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്.